സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ ഇന്ന് മെഗാ ശുചീകരണ യജ്ഞം നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള അമ്മയുടെ സ്ഥാപനങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ശുചീകരണ യജ്ഞത്തിൽ 10,000-കണക്കിലധികം വരുന്ന അമ്മയുടെ മക്കൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിൻ്റെ വിശദാംശങ്ങൾ സുധീഷ് കുമാർ നൽകും. സുധീഷ്, സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ 72ാം ജന്മദിനമാണ്. അതിൻ്റെ ഭാഗമായി ഈ ശുചീകരണ യജ്ഞം നടക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു വിശേഷങ്ങൾ? തീർച്ചയായും അഖില, അത്തരത്തിൽ വലിയൊരു സന്ദേശം പകർന്നു നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ വള്ളിക്കാവ് ചന്തയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകർ, അതായത് ഈ അമൃതാനന്ദമയി ദേവി മഠത്തിൽ നിന്നുള്ള ബ്രഹ്മചാരിണിമാരുടെയും സന്യാസിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തി. തുടർന്ന് വിദ്യാർത്ഥി സംഘങ്ങളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, യുവാക്കളുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പല സ്ഥലങ്ങളിലെയും ഈ കുറേ നാളുകളായി കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകളും മറ്റുമൊക്കെ ഇവർ നീക്കം ചെയ്യുന്നുണ്ട്. സമൂഹത്തിന് നൽകുന്ന സന്ദേശം അതുതന്നെയാണ് മഠം ഉദ്ദേശിക്കുന്നത്. അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം അമ്മയുടെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരു സാമൂഹ്യ സേവനം എന്ന നിലയിൽ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു ശുചീകരണ യജ്ഞം തന്നെ നടക്കുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരം പ്രവർത്തനങ്ങൾ കുറേ നാളുകളായി നടന്നു വരുന്നുണ്ട്. പലയിടങ്ങളിലും ഇത്തരത്തിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. അത്തരത്തിൽ നടന്നു വരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു സമാപന ഘട്ടം എന്നുകൂടി പറയാം. ഇത്തരത്തിൽ ഈ ഒരു വള്ളിക്കാവ് മാർക്കറ്റിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് അത്തരത്തിൽ പൊതുജനങ്ങൾ കൂടി ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, ആ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. ഈ പ്രദേശത്ത് വളരെ നാളുകളായി ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലുമൊക്കെ അടിഞ്ഞുകൂടി കിടന്ന മാലിന്യങ്ങൾ, അത് കാലാകാലങ്ങളായി നീക്കം ചെയ്യാത്തത് മൂലം ഉണ്ടായ പല പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഒക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശം ഈ ഒരു ശുചീകരണ യജ്ഞത്തിനായി തിരഞ്ഞെടുത്തത്. ആ ഒരു പ്രയത്നത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തകർ, അതായത് മാതാ അമൃതാനന്ദമയി മഠം തന്നെ മാതൃകയാക്കിക്കൊണ്ട് പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടും ഒപ്പം വിദ്യാലയങ്ങളും കോളേജുകളിലും ഒക്കെയുള്ള കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു യജ്ഞം, ശുചീകരണ യജ്ഞം നടക്കുന്നത്. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ള ആൾക്കാർ അവരുടെ പങ്കാളിത്തം കൂടി, പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയമായ ഒരു പദ്ധതിയായി തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. നിരവധി പ്രവർത്തകർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കൊണ്ട് അവരുടെ ഈ ഒരു ശുചീകരണ പരിപാടികൾക്ക് അവർ നേതൃത്വം നൽകുന്നു, അവർ പങ്കാളികളാകുന്നു. മാലിന്യങ്ങളും ഒപ്പം തന്നെ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പലരും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് കാണാം, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മാതൃകയിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് മാതൃകയാകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം തന്നെയാണ് പ്രധാനമായും ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ ഒരു സന്ദേശം അത് ലോകം മുഴുവനും വ്യാപിപ്പിക്കണം, അല്ലെങ്കിൽ ലോകം മുഴുവനും ഒരു വെളിച്ചമായി മാറണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മാതൃക കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ വ്യക്തി ശുചിത്വവും ഒപ്പം സമൂഹ ശുചിത്വവും അതിലൂടെ ആരോഗ്യകരമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതുകൂടിയാണ് ഈ ഒരു യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മഠത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകയാണ്. അത് ലോക നന്മയ്ക്കായിട്ട് വേണ്ടി കൂടിയാണ്. ഈ ഒരു ദിനത്തിൽ അല്ലെങ്കിൽ ഈ മഹായജ്ഞത്തിൽ പങ്കാളിയാവുന്നതിലൂടെ ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നതിലൂടെ ആ ഒരു മാതൃക, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പല സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള പല പ്രവർത്തനങ്ങളിലും മഠം പങ്കാളികളാവുന്നുണ്ട്. അത്തരത്തിൽ ഒരു പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത് കൂടി ഈ
ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നു. ആ ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് ഇത്തരത്തിൽ സമൂഹ നന്മ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട്, അതായത് സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ പല പ്രദേശങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതുപോലെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെയും ഒക്കെ തന്നെ പല മോശമായ ആരോഗ്യാവസ്ഥകളിലൊക്കെ എത്തിപ്പെട്ട പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു ശുചീകരണ യജ്ഞം. അത് നമുക്ക് പൊതു ഇടങ്ങളിൽ ഇത്തരത്തിൽ ശുചീകരണ യജ്ഞങ്ങൾ നടത്തുന്നതിലൂടെ പൊതു പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെയുള്ള ഒരു മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ ആ സന്ദേശത്തിലൂടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ കൂടി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ബ്രഹ്മചാരിണി നമ്മളോടൊപ്പം ചേരുന്നു. മാം, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളുടെ അമ്മയുടെ 72ാം ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് ഒരു ഭൂമി ഒരുമിക്കാം, ശുചീകരിക്കാം എന്ന ഒരു മോട്ടോയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് ഈ ആശയം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലെ 3000-ഓളം കുട്ടികളും അധ്യാപകരും കൂടി ചേർന്നിട്ടാണ് ഇത് ആശ്രമ അന്തേവാസികളും ഉണ്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം 18ഓളം സ്പോട്സുകളിലായിട്ട് ഒരു 15ഓളം കിലോമീറ്ററാണ് ക്ലീനിങ് ആയിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മയുടെ സന്ദേശമായ അമലഭാരതത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ നമ്മൾ അമ്മയുടെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ച് അതായത് ശുചിത്വ ഒരു യജ്ഞം, ഒരു അതായത് ഒരു വിപുലീകരിച്ച ഒരു ശുചിത്വ യജ്ഞമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ നാട്ടുകാരും കൂടെ കൂടിയിട്ടുണ്ട്, അധ്യാപകരും കുട്ടികളും പിന്നെ അതേപോലെ ആശ്രമ അന്തേവാസികൾ ഏകദേശം ഒരു 500-1000ഓളം അന്തേവാസികളും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം എല്ലാം കഴിയാറായിട്ടുണ്ട്. 6:30 തുടങ്ങി. അമ്മ നൽകുന്ന ഈ ഒരു സന്ദേശം അത് ലോകത്തിന് തന്നെ മാതൃകയാണ്. അമ്മയുടെ പല പ്രവർത്തനങ്ങളും ലോകത്തിനൊരു മാതൃകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സന്ദേശം ഇത് നമ്മളുടെ ഉള്ളിലുള്ള ശുചിത്വം പോലെ തന്നെ നമ്മുടെ സമൂഹം കൂടി ശുചിയായിരിക്കണം, വൃത്തിയായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് അത് നൽകുന്ന ഒരു ആശയം. അങ്ങനെ തീർച്ചയായിട്ടും അമ്മയുടെ സന്ദേശങ്ങളിലൂടെയാണ് നമ്മളുടെ ഓരോ ചുവടുവയ്പ്. അമൃത വിശ്വവിദ്യാപീഠം സംബന്ധിച്ചിടത്തോളം ഈ സസ്റ്റൈനബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ നമ്മൾക്ക് സസ്റ്റൈനബിളായിട്ട് നമ്മൾക്ക് സുസ്ഥിരമായ ഒരു വേസ്റ്റ് നിർമ്മാർജ്ജന രീതി തന്നെ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏകദേശം 52 തരം പ്ലാസ്റ്റിക് തന്നെ തരം തിരിച്ചിട്ട് അത് റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും അതിലുപരി നമ്മൾ പൊതുവേദികളിലൊക്കെ ഈ ലിറ്റർ ചെയ്യാതിരിക്കാനൊക്കെ അമ്മ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നതുണ്ട്. അപ്പോൾ അത് ഓരോ വ്യക്തിയിലും അവനവനിൽ ഒരു അവബോധം, അതായത് ഒരു അവെയർനെസ് ആണ് ജനിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പർ കണ്ടാൽ ഉടനെ അത് പോക്കറ്റിലിടും. അത് അവൻ്റെ ഒരു ശീലമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇത് ഈ ഒരു സംരംഭങ്ങളിലൂടെ വന്നു ചേർന്ന് ആ ഒരു കുഞ്ഞിലൂടെ ആ ഒരു സംസ്കാരമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത് നാളെ ഒരു സുരക്ഷമായ ഒരു ഭാവിക്ക് കൂടി നമുക്ക് ഒരുമിച്ച് നമ്മൾക്ക് ഈ ഒരു ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഒരു സന്ദേശമാണ് അമ്മ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. തീർച്ചയായും അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ മഹത്തരമായൊരു സന്ദേശം, ആ സന്ദേശം നൽകുക മാത്രമല്ല ആ സന്ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ചു കാണിക്കുക കൂടിയാണ് ഇവിടെ ഈ ആശ്രമവാസികളും ഒപ്പം തന്നെ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ്.